പേവിഷം ബാധിച്ച ആളുകൾക്ക് വെള്ളം കണ്ടാൽ പേടിയാണെന്ന് പറയാറുണ്ട്. എന്നാൽ ശരിക്കും അവർക്ക് വെള്ളത്തെ പേടിയാണോ? നമുക്കൊന്ന് നോക്കാം. ഈ പേവിഷം ഒരാളിൽ ബാധിച്ചു എന്ന് ഉറപ്പിക്കുന്നത് റാബിസ് വൈറസ് തലച്ചോറിലെത്തി തലച്ചോറിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ ബാധിച്ചു തുടങ്ങുമ്പോഴാണ്. തലച്ചോറിലെത്തിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ പെരുകുന്ന വൈറസുകൾ ശരീരത്തിന്റെ നാഡീവ്യൂഹത്തെ ബാധിച്ചു തുടങ്ങും. നമ്മുടെ ശരീരത്തിലെ പേശികളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നത് അവയെ നിയന്ത്രിക്കുന്ന ഈ നാഡീവ്യൂഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ്. ഇവിടെ പേവിഷബാധയേറ്റ ആളുകളിൽ ഈ വൈറസുകൾ തലച്ചോറിനെയും നമ്മൾ മേൽപ്പറഞ്ഞ നാഡീവ്യൂഹങ്ങളെയും ബാധിക്കാൻ തുടങ്ങുന്നതോടെ അത് ശരീരത്തിലെ പേശികളുടെ പ്രവർത്തനങ്ങളെയും ഏകോപനത്തെയും മോശമായി ബാധിക്കാൻ തുടങ്ങും. അഥവാ നമ്മെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും സഹായിക്കുന്ന നമ്മുടെ കഴുത്തിലെയും തൊണ്ടയിലെയും പേശികളെ ബാധിച്ച് അവയുടെ സ്വാഭാവിക പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. ഇങ്ങനെ വൈറസുകൾ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന മസിലുകൾ പിന്നീട് പ്രവർത്തിപ്പിക്കുമ്പോഴോ പ്രവർത്തിപ്പിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ പോലും അസഹനീയമായ വേദനയാണ് ആ പേശികളിൽ അനുഭവപ്പെടുക. അഥവാ പേവിഷബാധയേറ്റവർ വെള്ളം കുടിക്കുമ്പോഴോ കുടിക്കാൻ ശ്രമിക്കുമ്പോഴോ ഈ പേശികളിൽ അനുഭവിക്കുന്ന അസഹ്യമായ വേദന കൊണ്ട് അവർ കാണിക്കുന്ന പരവേശതയാണ് വെള്ളത്തിനോടുള്ള അവരുടെ പേടിയായി നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്.